പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 205 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ വാങ്ങിപ്പോയവർ, അതായത് മരിച്ചവർ, ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയുടെ സജീവമായ ഭാഗമായി നിലനിൽക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. നിദ്ര കൊണ്ടവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതും അവരോട് മധ്യസ്ഥത നടത്തുന്നതും തികച്ചും വചനാടിസ്ഥാനം ആണെന്നും സഭ വിശ്വസിക്കുന്നു. സഭയുടെ ആരാധന കലണ്ടറിൽ ആണ്ടിൽ 2 പ്രാവശ്യം വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഒന്ന് അനീത ഞായറാഴ്ച. ഇത് സകല വാങ്ങിപ്പോയവരെയും പ്രത്യേകം ഓർക്കുന്നതിനുള്ള ഒരു ദിവസമായി ഞായറാഴ്ചയായി ക്രമീകരിച്ചിരിക്കുന്നു. രണ്ടാമത് ഉയർപ്പ് പെരുന്നാളിന് മുമ്പുള്ള ശനിയാഴ്ച, ദുഃഖ ശനിയാഴ്ച എന്ന് സാധാരണ ഭാഷയിൽ പറയുന്നുവെങ്കിലും ഇത് അറിയിപ്പിൻ്റെ ശനിയാഴ്ച എന്നതാണ് ശരിയായിരിക്കുന്ന പ്രയോഗം. കർത്താവ് പാതാളത്തിൽ ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു എന്ന വസ്തുതയാണ് ഈ അറിയിപ്പിൻ്റെ ശനിയാഴ്ച, സുവിശേഷത്തിൻ്റെ ശനിയാഴ്ച എന്ന ദുഃഖ ശനിയാഴ്ചയെ നാം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദിവസവും സഭ സകല വാങ്ങിപ്പോയവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഇന്ന് ഏപ്രിൽ മാസം 4-ാം തീയതി 2026 ശനിയാഴ്ച ദിവസം, അത് വാങ്ങിപ്പോയവരെ ഓർക്കുന്ന ശനിയാഴ്ചയായി സഭ ആരാധനയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. നിദ്ര കൊണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വചനവിരുദ്ധവും പ്രയോജനരഹിതവുമാണെന്ന് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും വേദ വിപരീതമാണ് എന്ന് ഈ ലക്കത്തിലൂടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. സഭയ്ക്ക് വാങ്ങിപ്പോയവരുമായി പ്രാർത്ഥനാ സംസർഗം പാടില്ല എന്നും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വചനവിരുദ്ധമായ വിശ്വാസമാണെന്നും ഈ പെന്തക്കോസ്ത് പാസ്റ്റർ യൂട്യൂബിലൂടെ പ്രസംഗിക്കുന്നത് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയുണ്ടായി. ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സഭയുടെ സത്യവിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ പ്രസംഗിക്കുവാനായി ഇവർ പ്രധാനമായും തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ എപ്പിസോഡിൻ്റെ ചിന്താവിഷയം. അതായത് യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്യങ്ങൾ അടിസ്ഥാനമാക്കി കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രസംഗിച്ചത് ഇത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ വേദപുസ്തകം നിരോധിച്ചിരിക്കുന്ന പ്രയോജനരഹിതമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടാണ്. വേദപുസ്തക പരിജ്ഞാനത്തിൽ കുറവുള്ളതായ വിശ്വാസികൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ഇതാണല്ലോ ശരിയെന്ന് ധരിച്ചു പോകുവാൻ ന്യായമുണ്ട്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയോ എന്ന്
സ്വയം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന് മറുപടിയായി നൽകുന്ന ഈ പ്രസംഗം തികച്ചും വചനത്തിലുള്ള അജ്ഞതയെ വെളിവാക്കുന്നതാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. കാരണം ക്രിസ്തുവിൽ മരിച്ചവർ എന്ന ഒരു ഗണം, ഒരു വിഭാഗം ഇല്ല. സഭയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയും നടത്തുന്നില്ല. ക്രിസ്തുവിൽ ജീവനല്ലാതെ മരണമില്ല എന്നുള്ളതത്രേ അടിസ്ഥാനപരമായ സത്യവിശ്വാസം. യോഹന്നാൻ 11:26 നമ്മുടെ കർത്താവിൻ്റെ വചനമായി, കർത്തൃവചനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന നിദ്ര എന്ന പ്രയോഗം മാനുഷികമായ ഭാഷയിൽ മരണമെന്ന് പറയാറുണ്ടെങ്കിലും അത് യഥാർത്ഥമായ വേദപുസ്തക അടിസ്ഥാനപരമായ ഒരു മരണമായി പഠിപ്പിക്കുവാൻ സാധ്യമല്ല. വേദപുസ്തക ഭാഷയിൽ ഇതിനെ നിദ്ര എന്നത്രേ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. യോഹന്നാൻ 11:11-12 വാക്യങ്ങൾ. പൗലോസ്ലീഹ എഴുതുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ ദുഃഖിക്കാതിരിപ്പാൻ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്യ ലേഖനം 4:13-14 വാക്യങ്ങൾ. പ്രത്യാശയില്ലാത്തവരാണ് ഈ മരണം എന്ന് പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പൗലോസ്ലീഹായുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണമല്ല നിദ്ര എന്നത്രേ നാം ഇവിടെ പഠിക്കുന്നത്. യെശയ്യാവ് മരിച്ചവരോട് ചോദിക്കുന്നു എന്ന് പറയുന്നത് നിദ്ര കൊണ്ടവരോ വാങ്ങിപ്പോയവരോ അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ നാം വിചാരിക്കുന്ന മരണത്തെയോ അല്ല അത് സൂചിപ്പിക്കുന്നത്. പിന്നെയോ അവിടെ എഴുതിയിരിക്കുന്നത് വെളിച്ചപ്പാടന്മാരോടും ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിക്കുന്നതിനെ കുറിച്ചത്രേ. ഇത് വാങ്ങിപ്പോയ ആളുകൾക്ക് വേണ്ടിയുള്ള സഭയുടെ വിശ്വാസവും പ്രാർത്ഥനയുമായി ഒരു വിധത്തിലും ബന്ധമുള്ള ഒരു കാര്യമല്ല. പഴയ നിയമത്തിൽ സൗല് പോയി വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിക്കുമ്പോൾ അത് മരണകരമായ പാപമെന്ന് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചവരുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ വെളിച്ചപ്പാടന്മാരും ലക്ഷണവാദികളും മരിച്ചവർ എന്ന ഗണത്തിൽ വേദപുസ്തകം അവരെ ഉൾക്കൊള്ളുന്നു. ഇത് തന്നെയാണ് ഏദനിൽ വെച്ച് ദൈവം ആദാമിനോട് കൽപ്പിച്ചത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ ആദാമും ഹവ്വായും ഫലം തിന്നുവെങ്കിലും മരിക്കാതെ ജീവിച്ചിരുന്ന് തലമുറയ്ക്ക് ജന്മം നൽകിയതായി നാം പഠിക്കുമ്പോൾ ഇടമറുകിനെ പോലെയുള്ളവർ ചോദിക്കുന്നു, പിശാചാണോ ദൈവമാണോ കള്ളം പറഞ്ഞതെന്ന്. ഇവിടെ ദൈവം കള്ളം പറഞ്ഞതല്ല, പാപത്തിൻ്റെ ഫലമായ മരണമാണ് വേദപുസ്തകാടിസ്ഥാനത്തിൽ മരണം. പാപം ചെയ്യുന്ന ദേഹിക്ക് മരണമുണ്ട്. ആദാമിൽ എല്ലാവർക്കും മരണമുണ്ട്. പാപത്തിൻ്റെ ഫലമായി ആദാമിന് ലഭിച്ച ശമ്പളത്തിൻ്റെ പങ്കാളിത്തമാണ് വേദപുസ്തകാടിസ്ഥാനത്തിൽ മരണം എന്ന് പറയുന്നത്. അതൊരു വിശ്വാസിയുടെ അവസ്ഥയല്ല. വിശ്വാസിക്ക് മരണമല്ല, കേവലം വേർപാട് അല്ലെങ്കിൽ നിദ്രയാണുള്ളത്. വേർപാടും നിദ്രയും
ശരീരത്തിൽ നിന്ന് ഉള്ള വേർപാടും ശരീരത്തിൻ്റെ നിദ്രയുമാണ് കുറിക്കുന്നത്. അത് ആത്മാവിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ആത്മാവാകട്ടെ അവനെ ശിക്ഷിച്ചവങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നതത്രേ വചന സത്യം. പൗലോസ്ലീഹ തന്നെ പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ ഏറെ കാംക്ഷിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 22-23 വാക്യങ്ങൾ വളരെ ഉറപ്പിച്ച് പറയുന്ന വിശ്വാസമാണിത്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 3:3 വിട്ടുപിരിഞ്ഞ് നാം ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നത്രേ സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൽ ആയിരിക്കുന്നവരാരും ജീവനില്ലാത്തവരല്ല, അവരാരും മരിച്ചവരല്ല. അവർ കേവലം വേർപാടിൽ, ശരീരത്തിൽ നിന്നുള്ള വേർപാടിൽ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കുമായിട്ടിരിക്കുന്ന അനുഭവത്തിൽ ആകുന്നു എന്നതാണ് വചനസത്യം. അങ്ങനെ ഉള്ള സഭ ദൃശ്യവും അദൃശ്യവുമായ സഭയാകുന്നു. ശരീരത്തിലുള്ളവരും ശരീരത്തിൽ നിന്ന് വേർപെട്ട നിദ്രയിലായിരിക്കുന്ന വിശ്വാസ സമൂഹവും ചേരുന്നത് അത്രേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ആ സഭയാണ് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും. അതിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ടവർക്ക് സജീവമായ പങ്കാളിത്തം ഉണ്ടെന്നത്രേ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥത ചോദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവർക്ക് ശരീരത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം ശരീരം നിദ്രയിലായിരിക്കുന്നുവെങ്കിലും ആത്മാവ് സജീവമായി ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള ആരാധനയുടെ പങ്കാളിത്തമാണ് വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥന നടത്തുക എന്നുള്ളത്. അത് വിശ്വാസയോഗ്യവുമാണ്. അതിനെതിരെ പഠിക്കുന്നതും വിശ്വസിക്കുന്നതും വേദവിപരീതവും ആകുന്നു എന്ന് എന്നെ കേൾക്കുന്ന ഏവരെയും അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുകയും എല്ലാവരും ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം പരസ്പരം സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ പഠനം അടുത്ത എപ്പിസോഡിലും തുടരുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ എല്ലാവരും ഈ വചനങ്ങൾ പഠിക്കുക. കേട്ട എല്ലാവർക്കും ക്രിസ്തുയേശുവിലെ സ്നേഹവന്ദനം, നന്ദി അറിയിക്കുന്നു. തണ്ണിക്കോട്ടച്ചൻ.